എല്ലാവർക്കും ഹലോ കിഡ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ കുറച്ച് നാളത്തെ ഇടവേളയ്ക്ക് ശേഷം ഞാൻ വീണ്ടും ഹലോ കിഡ്സ് ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ വേഗം വേഗം വിളിച്ചു തുടങ്ങിക്കോളൂ. ഹലോ ഹലോ പറയൂ, ആരാണ് വിളിക്കുന്നത്? ഹലോ, കേൾക്കുന്നില്ലേ? ഓക്കെ, ഇപ്പോൾ കോൾ ഡിസ്കണക്റ്റ് ആയെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും നിങ്ങൾ വേഗം വേഗം വിളിച്ചോളൂ. അപ്പോൾ നിങ്ങളുടെ കോൾസിന് വേണ്ടി ഞാൻ വെയിറ്റിംഗ് ആണ്. ഹലോ ഹലോ, പറയൂ, ആരാണ് വിളിക്കുന്നത്? ഇമ്മാനുവൽ. ഇമ്മാനുവൽ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖാണോ? സുഖാണ്. അപ്പൊ നമ്മുടെ രണ്ടാഴ്ച ഹലോ കിഡ്സ് ഒന്നും കണ്ടില്ലല്ലോ. അപ്പൊ എവിടെയായിരുന്നു? അന്വേഷിച്ചായിരുന്നോ? പരീക്ഷയാണെന്ന് പറഞ്ഞു അല്ലേ? ഓക്കെ, പിന്നെ വീട്ടിലെല്ലാവർക്കും സുഖാണോ? വീട്ടിലെല്ലാവർക്കും സുഖാണോ? ഓക്കെ, അപ്പൊ എന്തൊക്കെയുണ്ട് പുതിയ വിശേഷങ്ങള്? നല്ല വിശേഷം. ഒന്നുമില്ല അല്ലേ പ്രത്യേകിച്ച്? ഓക്കെ, അപ്പോ ഒരു പാട്ട് പാടുന്നോ? ഇല്ല, വെറുതെ ഒന്ന് പാടി നോക്കൂന്നേ. പാട്ടറിയില്ല. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് ചോദ്യത്തിലേക്ക് പോയാലോ? എന്ത് ചോദ്യം വേണം? പിക്ചർ മതി. ഓക്കെ, അപ്പൊ ഇമ്മാനുവലിന് വേണ്ടിയുള്ള പിക്ചർ നമ്മളിപ്പോ ദേ ടി വിയിൽ കാണിക്കാം. അപ്പൊ ഇമ്മാനുവൽ ടി വിയിലേക്ക് ശ്രദ്ധിച്ചോളൂ. ടി വിയുടെ അടുത്താണോ നിൽക്കുന്നത്? ടിവിയുടെ അടുത്താണ് നിൽക്കുന്നത്. ഓക്കെ, അപ്പൊ പിക്ചറിന് വേണ്ടി വെയിറ്റിംഗ് ആണല്ലേ? ഓക്കെ, അപ്പൊ എന്തായാലും ഇമ്മാനുവലിന് വേണ്ടിയുള്ള പിക്ചർ ഇതാ വന്നിട്ടുണ്ട് കേട്ടോ. എന്താണ് ഇതിന്റെ ആൻസർ? അറിയോ? അറിയില്ല. ഒന്നുകൂടി കാണിക്കണം പിക്ചർ. ഓക്കെ, അപ്പൊ ഒന്നുകൂടി കാണിക്കാം. ഓക്കെ, അപ്പൊ പിക്ചർ ഇതാ ഒന്നും കൂടി വന്നിട്ടുണ്ട്. ഗസ് ദി ആനിമൽ എന്നാണ് പറഞ്ഞേക്കുന്നത്. ജെല്ലി ഫിഷ് ആണോ? അതേന്ന് തോന്നുന്നു അല്ലേ? എന്നാലും ഉറപ്പിക്കാവോ? ഇനി തെറ്റിപ്പോയാലോ? കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ എന്തായാലും ആൻസർ കറക്റ്റ് ആട്ടോ. ജെല്ലി ഫിഷ് ആണ് കറക്റ്റ് ആൻസർ. കൺഗ്രാറ്റ്സ്. ഓക്കെ, അപ്പൊ എന്തായാലും ഇനിയുള്ള സൺഡേസ് വിളിക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ വീട്ടിലെല്ലാവരും അന്വേഷിച്ചെന്ന് പറയണേ. ഓക്കെ, ബൈ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇമ്മാനുവൽ ആണ് വിളിച്ചത്. ഇമ്മാനുവൽ പറഞ്ഞ ആൻസർ കറക്റ്റ് ആണ്. ജെല്ലി ഫിഷ് ആണ് കറക്റ്റ് ആൻസർ. ഹലോ പറയൂ, ആരാണ് വിളിക്കുന്നത്? ഹിബയാണ് വിളിക്കുന്നത്. എവിടെ നിന്നായിരുന്നു വിളിക്കുന്നത്? കൊച്ചിന്നാണ്. നമ്മൾ എപ്പോഴും വിളിക്കാറില്ല ഹിബ അല്ലേ? എന്തൊക്കെയുണ്ട് വിശേഷം? സുഖാണോ? നല്ല വിശേഷം. ഇപ്പൊ അടുത്ത ആരൊക്കെ ഉണ്ട്? ഓക്കെ, ഉണ്ണി ആരാണ്? എന്താണ്? ഉണ്ണിയാണ് അടുത്തുള്ളത് അല്ലേ? ഉമ്മി. ഓക്കെ, ഉമ്മിയുടെ പേരെന്താണ്? ഷംല. ഓക്കെ, അപ്പൊ ഉമ്മി എല്ലാരും ഹലോ കിഡ്സ് കാണാണോ? എല്ലാവർക്കും ഹലോ കിഡ്സ് ഇഷ്ടമാണോ? ഓക്കെ, അപ്പൊ രണ്ടാഴ്ച ഹലോ കിഡ്സ് മിസ് ചെയ്തോ? കേക്കുന്നില്ലേ? റേഞ്ചിന്റെ പ്രശ്നമുണ്ടോ? ഇടക്കിടക്ക് കട്ടായി പോകുന്നുണ്ടല്ലേ? ഓക്കെ, അപ്പൊ രണ്ടാഴ്ച ഹലോ കിഡ്സ് മിസ് ചെയ്തോ? മിസ് ചെയ്തല്ലേ? ഓക്കെ, അപ്പൊ എനിക്ക് എക്സാം ഒക്കെ ആയിരുന്നു, അതുകൊണ്ടാണ് നമ്മൾ ഹലോ കിഡ്സ് ഇല്ലായിരുന്നത്. ഓക്കെ, അപ്പൊ എന്തായാലും ഹിബ വിളിച്ച സ്ഥിതിക്ക് നമുക്കൊരു ചോദ്യത്തിലേക്ക് പോയാലോ? പിക്ചർ മതി. ഓക്കെ, ഇപ്പൊ ചോദിക്കാണ്ട് തന്നെ പിക്ചർ മതി എന്ന് പറഞ്ഞ് നമുക്ക് ഹിബയ്ക്ക് വേണ്ടിയുള്ള പിക്ചർ ഇതാ ഇപ്പോൾ ടി വിയിൽ വരും. ഇപ്പോൾ ഹിബ പിക്ചർ കണ്ടിട്ട് ആൻസർ പറയാൻ റെഡി ആയിക്കോളൂ. ഓക്കെ, ഇപ്പൊ ഹിബയുടെ പിക്ചർ ഇതാ ടി വിയിൽ വന്നിട്ടുണ്ട്. സൺഫ്ലവർ ആണോ? ഒന്നും കൂടി നോക്കിക്കോളൂ. ഉറപ്പാണോ? സൺഫ്ലവർ ആണോ? 100% ഷുവർ? ആരെങ്കിലും അടുത്തുനിന്ന് പറഞ്ഞു തന്നോ? ഇല്ല. ഓക്കെ, അപ്പൊ എന്തായാലും ആൻസർ കറക്റ്റ് ആണ് കേട്ടോ. കൺഗ്രാറ്റ്സ്. ഓക്കെ, അപ്പൊ എന്തായാലും ഇനിയുള്ള സൺഡേസ് വിളിക്കണേ. ഓക്കെ, ബൈ. ഓക്കെ, അപ്പോൾ കൊച്ചിയിൽ നിന്ന് നമ്മുടെ ഹിബയാണ് വിളിച്ചത്. ഹിബ പറഞ്ഞ ആൻസർ കറക്റ്റ് ആണ്. സൺഫ്ലവർ ആണ് കറക്റ്റ് ആൻസർ. ഹലോ പറയൂ, ആരാണ് വിളിക്കുന്നത്? ഇച്ചു ആണ് വിളിക്കുന്നത്. ഇച്ചു തന്നെയാണോ ശരിക്കും പേര്? ഓക്കെ, എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഓക്കെ, അതെവിടെയാണ്? ഇടപ്പള്ളിയിലാണ്. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ടല്ലേ നമ്മുടെ ഹലോ കിഡ്സിലേക്ക് വിളിക്കുന്നത്? ഓക്കെ, ഇപ്പം ഇതിനു മുമ്പ് കാണാറുണ്ടായിരുന്നോ?
കാണാറുണ്ട്. ഓക്കെ, വീട്ടിലാരൊക്കെ ഉണ്ട്? ഉമ്മി, വാപ്പി, ഓക്കെ. അക്ക. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഫസ്റ്റ് സ്റ്റാൻഡേർഡ്. ഫസ്റ്റ് സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്. പാട്ട് പാടുമോ? ഇല്ല. ഇല്ല, അതെന്താ പാട്ട് പാടാത്ത? പാട്ട് ഇഷ്ടല്ലേ? അറിഞ്ഞൂടാ. പാട്ട് പാടാൻ അറിഞ്ഞൂടാ. പഠിക്കാൻ ഇഷ്ടമാണോ പാട്ട്? ആ. ഓക്കെ, അപ്പം എന്നാ പഠിച്ചൂടെ? അടുത്ത പ്രാവശ്യം പാടാം. അടുത്ത പ്രാവശ്യം പാടാം. ഓക്കെ, അപ്പം എന്തായാലും അടുത്ത പ്രാവശ്യം നല്ലൊരു പാട്ട് പഠിച്ചിട്ട് ഞങ്ങൾക്ക് പാടിത്തന്നെ. ആ. ഓക്കെ, അപ്പം എന്തായാലും ഇച്ചുവിനോട് ചോദ്യം ചോദിച്ചാലോ? ആ. എന്ത് ചോദ്യം വേണം? പിക്ചർ. പിക്ചർ മതി. ഓക്കെ, അപ്പം നമ്മുടെ പിക്ചർ ഇതാ ഇപ്പോൾ ടി വിയിൽ വരും. അപ്പോൾ അത് കണ്ടിട്ട് നമുക്ക് ആൻസർ പറയാം അല്ലേ? ആ. ഓക്കെ, അപ്പോൾ ഇതാ ഇച്ചുവിന് വേണ്ടിയുള്ള പിക്ചർ ഇതാ ഇപ്പോൾ ടി വിയിൽ വരും. ഓക്കെ, അപ്പം എന്തായാലും ടി വിയിൽ വന്നിട്ടുണ്ട് കേട്ടോ. എന്താണ് ഇതിൻ്റെ ആൻസർ? അറിയോ? ഹൗസ് ഡോൺ. ഹൗസ് ഹൗസ് ഡോഗോ ആണോ? ഒന്നുകൂടി പിക്ചർ കാണിക്കട്ടെ? ആ. ഓക്കെ, അപ്പോൾ ഒന്നുകൂടി പിക്ചർ കാണിക്കാം. ഓക്കെ, അപ്പോൾ ഒന്നും കൂടി പിക്ചർ വന്നിട്ടുണ്ട്. ഡോൾ ഹൗസ്. ഡോൾ ഹൗസ് ആണോ? ആ. ഉറപ്പാണോ? ആ. തെറ്റിപ്പോയാലോ? തെറ്റില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും ഇച്ചു പറഞ്ഞ ആൻസർ തെറ്റാണ്. ഓക്കെ, അപ്പോൾ സാറില്ല, എന്തായാലും നമ്മൾ നെക്സ്റ്റ് സൺഡേ വിളിച്ചോളൂ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ആൻസർ അറിയാൻ വേണ്ടി ഇന്ന് ഫുള്ള് കണ്ടോളൂ. ഓക്കെ, ബൈ. ഓക്കെ, അപ്പോൾ ഇടപ്പള്ളിയിൽ നിന്ന് ഇച്ചു ആണ് വിളിച്ചത്. അപ്പോൾ ഇച്ചു പറഞ്ഞ ആൻസർ കറക്റ്റ് അല്ല. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് അറിയാമെങ്കിൽ വേഗം വേഗം വിളിച്ചോളൂ. ഹലോ. 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 പറയൂ, ആരാണ് വിളിക്കുന്നത്? ശ്രീലക്ഷ്മി. ശ്രീലക്ഷ്മി എവിടെ നിന്നാണ് വിളിക്കുന്നത്? പച്ചാളം. പച്ചാളത്തു നിന്നാണ് വിളിക്കുന്നത്. എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. നല്ല വിശേഷം. ഇന്ന് ഭയങ്കര ഹാപ്പി ആണെന്ന് തോന്നുന്നു. വേഗം വിളിച്ചപ്പോ കിട്ടി, അതാണ് ഹാപ്പി ആയതല്ലേ? ഓക്കെ, അപ്പൊ നോക്കിയിരിക്കായിരുന്നോ? ഓക്കെ, വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടില് ബപ്പൻ, ചേച്ചി, പിന്നെ അച്ഛമ്മ, അമ്മ, അനിയൻ, അനിയത്തി. ഓ, എല്ലാവരും ഉണ്ട്. കുറെ പേരുണ്ടല്ലേ? ഓക്കെ, അപ്പൊ ഇന്ന് ഫ്രീ ടൈം കിട്ടുമ്പോ എന്താണ് എല്ലാവരും കൂടി പരിപാടി? ടി വി ആണ്. ഓക്കെ, അപ്പൊ ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രോഗ്രാം ഏതാണ്? സിനിമയാണ് കാണാറ്. ലാസ്റ്റ് ആയിട്ട് കണ്ട സിനിമ ഏതാണ്? ഇഷ്ടപ്പെട്ട ടിവിയിലുള്ള എല്ലാം കാണും. അപ്പൊ പുതിയതായിട്ട് റിലീസായ ഒന്നും കണ്ടില്ലേ? ഇല്ല അല്ലേ? ഓക്കെ, അപ്പൊ ക്ലാസ് ഒക്കെ എങ്ങനെ പോകുന്നു? നന്നായി പോകുന്നു. ഏത് ക്ലാസ്സിലാണ്? സിക്സ്ത്തിലാണ്. ഓക്കെ, അപ്പൊ വീട്ടിലെല്ലാവരും അന്വേഷിച്ചെന്ന് പറയണേ. എന്നൊരു ചോദ്യം ചോദിച്ചാലോ? എന്ത് ചോദ്യം വേണം? പിക്ചർ മതി. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മുടെ ശ്രീലക്ഷ്മിക്ക് വേണ്ടിയുള്ള പിക്ചർ ഇതാ ഇപ്പൊ നമ്മള് സ്ക്രീനിൽ കാണിക്കും. അപ്പൊ എന്തായാലും ശ്രീലക്ഷ്മി ടി വിയിൽ ശ്രദ്ധിച്ചോളൂ. പിക്ചർ ഇപ്പോ വരും. ഓക്കെ, അപ്പൊ ടി വിയുടെ അടുത്താണോ നിൽക്കുന്നത്? ഓക്കെ, അപ്പൊ പിക്ചർ വന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഫയർമാൻ ആണോ? ഫയർഫോഴ്സ് ആണോ? ഒന്നും കൂടി കാണിക്കാം. ഓക്കെ, അപ്പൊ ഒന്നും കൂടി ശ്രദ്ധിച്ചോളൂ. അപ്പൊ ഒന്നും കൂടി പിക്ചർ കണ്ടിട്ട് ഒന്നും കൂടി ക്ലിയർ ആക്കിക്കോളൂ. ഫയർമാൻ ആണെന്നാണ് പറയുന്നത് അല്ലേ? ആയിരിക്കോ? ഫയർമാൻ ആണോ ഫയർഫോഴ്സ് ആണോ? ഫയർമാൻ ഉറപ്പിക്കല്ലേ? ഏതെങ്കിലും ഒന്ന് ഉറപ്പിക്കൂ. മാൻ ആണോ അല്ലെങ്കിൽ ഫയർഫോഴ്സ്? ഉറപ്പിച്ചോ? തെറ്റിപ്പോയാലോ? ഓക്കെ, അപ്പൊ എന്തായാലും ശ്രീലക്ഷ്മി പറഞ്ഞ ആൻസർ തെറ്റാണ്. ഓക്കെ, സാറില്ല. അപ്പൊ എന്തായാലും നമ്മൾ നെക്സ്റ്റ് സൺഡേ വിളിച്ചോളൂ. അപ്പൊ ഇതില് എന്താണ് ശ്രീലക്ഷ്മി വരുത്തിയ തെറ്റെന്ന് അറിയാൻ വേണ്ടി ഇന്ന് ഷോ ഫുൾ കണ്ടോളൂ. ഓക്കെ, അപ്പൊ ബൈ. ഓക്കെ, അപ്പൊ നമ്മൾ പച്ചാളത്തിന് ശ്രീലക്ഷ്മിയാണ് വിളിച്ചത്. ശ്രീലക്ഷ്മിക്ക് ആൻസർ കിട്ടിയിട്ടില്ല. ഹലോ. പറയൂ, ആരാണ് വിളിക്കുന്നത്? എഡ്വിൻ ആണ് വിളിക്കുന്നത്. എവിടെ നിന്നാണ് വിളിക്കുന്നത്? എവിടെയാണ്? ചേരനല്ലൂർ. ഓക്കെ, ആദ്യമായിട്ടാണോ വിളിക്കുന്നത്? അല്ല, ഇതിനു വിളിച്ചിട്ടുണ്ടോ? ഹലോ, ഇതിനു മുമ്പ് വിളിച്ചിട്ടുണ്ടോ?
ഓക്കെ, അപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷം? സുഖാണോ? നല്ല വിശേഷം. നല്ല വിശേഷം. എന്ത് പറ്റി? ഭയങ്കര സൈലന്റ് ആയിട്ട് ഒരു എനർജി ഇല്ലാണ്ടാണല്ലോ സംസാരിക്കുന്നേ. ഫുഡൊന്നും കഴിച്ചില്ലേ? കഴിച്ചു. എന്നിട്ട് എന്ത് പറ്റി? ഉറങ്ങുമായിരുന്നോ? അല്ല, ഇപ്പൊ കുറച്ച് എനർജി വരുന്നുണ്ട്. കുറച്ചും കൂടി കൂടട്ടെ. ഓക്കെ, ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 1ാം ക്ലാസ്സില്. 1ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അപ്പൊ കുറച്ചും കൂടി എനർജി വേണം അല്ലേ? ഓക്കെ, അപ്പൊ 1ാം ക്ലാസ്സിലെ ഏറ്റവും ടഫ് സബ്ജക്ട് ഏതാ? ഇംഗ്ലീഷ് ആണോ ടഫ് സബ്ജക്ട്? അതെന്ത് പറ്റി? ഇംഗ്ലീഷ് ഇഷ്ടല്ലേ? ഇല്ല. ഓക്കെ, അപ്പൊ എന്തായാലും ഫേവറേറ്റ് സബ്ജക്ട് ഏതാ? ഭയങ്കര ഇഷ്ടം ഏതാ? മലയാളം. ഓക്കെ, അപ്പൊ എന്തായാലും ഇംഗ്ലീഷ് ആണ് ഇച്ചിരി ടഫ്, മലയാളം ഈസി ആണല്ലേ? അന്നൊരു മലയാളം പാട്ട് പാടോ? ഓക്കെ, എന്നാ വേഗം പാടിക്കോളൂ. ആടണ്ടട മാങ്ങേ ചൂണ്ടണ്ടട മാങ്ങേ എന്റെ മറന്നിങ്ങും പോവല്ലട മാങ്ങേ. ആടണ്ടട മാങ്ങേ ചൂടണ്ടട മാങ്ങേ എന്റെ മറന്നിങ്ങും പോവല്ലട മാങ്ങേ. അത്രയുള്ളൂ. ഓക്കെ, അത്രേ ഉള്ളൂ. ഇത് ആരാ പഠിപ്പിച്ചത്? അമ്മയാണ് പഠിപ്പിച്ചത്. ഓക്കെ, അപ്പൊ എന്തായാലും നന്നായിട്ടുണ്ട് കേട്ടോ. അമ്മയോടും പറയണേ. ഓക്കെ, അത് നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? ഓക്കെ, അപ്പൊ നേരത്തെ കാണിച്ച പിക്ചർ കണ്ടായിരുന്നോ? കണ്ടു. അതിന്റെ ആൻസർ അറിയോ? ഒന്നുകൂടി കാണിക്കാം. ഓക്കെ, അപ്പൊ ഒന്നും കൂടി ഇതാ ടിവിയിൽ വരൂ കേട്ടോ. അപ്പൊ ശ്രദ്ധിച്ച് നോക്കിക്കോളൂ, എന്നിട്ട് ആൻസർ പറയണേ. ഓക്കെ, അപ്പൊ വന്നിട്ടുണ്ട് കേട്ടോ. എന്താണ്? ഫയർമാൻ. ഉറപ്പാണോ? ഉറപ്പാണ്. ഓക്കെ, അപ്പൊ എന്തായാലും ആൻസർ കറക്റ്റ് ആണ്. കൺഗ്രാറ്റ്സ്. ഓക്കെ, അപ്പൊ സന്തോഷായില്ലേ? ഓക്കെ, അപ്പൊ ആരാണ് ആൻസർ പറഞ്ഞത്? തന്നെ കണ്ടുപിടിച്ചതാണോ? സ്വന്തമായിട്ട് കണ്ടുപിടിച്ചതാണ്. ഓക്കെ, അപ്പൊ എന്തായാലും മിടുക്കൻ. കറക്റ്റ് ആൻസർ ആട്ടോ പറഞ്ഞത്. പിന്നെയുള്ള സൺഡേസ് ഇതുപോലെ വിളിക്കണേ. ഓക്കെ, ബൈ. ഓക്കെ, അപ്പൊ നമ്മുടെ എഡ്വിൻ ആണ് വിളിച്ചത്. എഡ്വിൻ പറഞ്ഞ ആൻസർ കറക്റ്റ് ആണ്. ഫയർമാൻ ആണ് കറക്റ്റ് ആൻസർ. ഹലോ ഹലോ, പറയൂ, ആരാണ് വിളിക്കുന്നത്? ദൃശ്യാണ് വിളിക്കുന്നത്. എന്ത് പറ്റി? ഭയങ്കര സൈലന്റ് ആയിട്ടാണല്ലോ ദൃശ്യ സംസാരിക്കുന്നത്. തലക്കോടുന്നല്ലേ വിളിക്കുന്നത്? ഓക്കെ, അപ്പൊ എന്ത് പറ്റി? ഒരു എനർജി ഇല്ലല്ലോ. അങ്ങനെയൊന്നുമില്ലല്ലേ? ഓക്കെ, പിന്നെ ക്ലാസ് ഒക്കെ എങ്ങനെ പോകുന്നു? കൊറേ നാളെ ഉണ്ടല്ലേ ഇപ്പൊ വിളിക്കുന്നത്. ഹലോ. ഓക്കെ, അപ്പൊ വേറെ എന്തൊക്കെയുണ്ട് വിശേഷം? വീട്ടിലെല്ലാവർക്കും സുഖാണോ? ഓക്കെ, അപ്പൊ ദൃശ്യയുടെ ക്രാഫ്റ്റ് ഒക്കെ എങ്ങനെ പോകുന്നു? ഇപ്പോഴും ചെയ്യുന്നുണ്ടല്ലേ? ഓക്കെ, അപ്പൊ അതിന്റെ പിക്ചേഴ്സ് ഒക്കെ ഞങ്ങൾക്ക് അയച്ചു തരൂ. ഓക്കെ, അപ്പൊ ചോദ്യത്തിലേക്ക് പോയാലോ? എന്ത് ചോദ്യം വേണം? പിക്ചർ മതി. ഓക്കെ, അപ്പൊ നമ്മൾ എന്തായാലും ദൃശ്യക്ക് വേണ്ടിയുള്ള പിക്ചർ ഇപ്പോൾ ടിവിയിൽ കാണിക്കും. അപ്പൊ അത് കണ്ടിട്ട് ആൻസർ പറയാം. ഓക്കെ, അപ്പൊ പിക്ചർ വന്നിട്ടുണ്ടേ. എന്താണ് ആൻസർ അറിയോ? ആണോ? ലൈറ്റ് ഷിപ്പോ? അറിയില്ല. ഒന്നുകൂടി കാണിച്ചു തരണോ? ഓക്കെ, അപ്പൊ ഒന്നുകൂടി കാണിച്ചു തരാം. ശ്രദ്ധിച്ച് കണ്ടോളൂ, അപ്പൊ മനസ്സിലാവും. ഓക്കെ, അപ്പൊ ഒന്നും കൂടി വന്നിട്ടുണ്ട്. അറിയില്ല അല്ലേ? ഓക്കെ, അപ്പൊ എന്തായാലും സാരില്ല, നമ്മളെ നെക്സ്റ്റ് സൺഡേ വിളിച്ചോളൂ. ഓക്കെ, ബൈ. ഓക്കെ, അപ്പോൾ നമ്മുടെ തലക്കോട് ദൃശ്യമാണ് വിളിച്ചത്. ദൃശ്യക്ക് ആൻസർ കിട്ടിയിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ വേഗം വിളിച്ചോളൂ. ഹലോ പറയൂ, ആരാണ് വിളിക്കുന്നത്? ഓക്കെ, ഇപ്പോൾ കോൾ ഡിസ്കണക്ട് ആയെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും നിങ്ങൾ വേഗം വിളിച്ചോളൂ. ഹലോ പറയൂ, ആരാണ് വിളിക്കുന്നത്? പറഞ്ഞോളൂ, ആരാണ് വിളിക്കുന്നത്? ഐശ്വര്യാണ് വിളിക്കുന്നത്. എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഏലൂരിന്നാണ് വിളിക്കുന്നത്. ആദ്യമായിട്ടാണോ വിളിക്കുന്നത്? ഓക്കെ, ഫസ്റ്റ് ടൈം ആണ്. ഇപ്പൊ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? പ്രോഗ്രാം കാണാറുണ്ട്. ഇഷ്ടമാണോ? ഓക്കെ, ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്?
ഞാൻ മാരീഡാണ്. കുഞ്ഞാവയ്ക്ക് വേണ്ടി വിളിക്കുക. ഓക്കെ, അപ്പൊ കുഞ്ഞാടെ പേരെന്താണ്? കുഞ്ഞാവയുടെ പേര് ധ്യാൻദർശ്. 7 മാസം ആയതേ ഉള്ളൂ. ഓക്കെ ഓക്കെ, കുഞ്ഞാവക്ക് വേണ്ടിയാണ് വിളിച്ചത്. ഓക്കെ, അപ്പൊ ഇത് നമ്മുടെ ഹലോ കിഡ്സ് കുട്ടികൾക്ക് വേണ്ടിയുള്ള ഷോ ആണ്. അപ്പൊ എന്തായാലും വിളിച്ചതിൽ സന്തോഷം കേട്ടോ. എന്നാ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാലോ? എന്തായാലും വിളിച്ചതല്ലേ. ഓക്കെ, അപ്പൊ നമ്മള് പിക്ചർ ചോദ്യം കാണിക്കാം. ടിവിയുടെ അടുത്താണോ നിൽക്കുന്നത്? ഓക്കെ, അപ്പൊ ഇതാ നമ്മൾ ടിവിയിൽ ഇപ്പൊ ഒരു പിക്ചർ കാണിക്കും, എന്നിട്ട് ആൻസർ പറയാം. ഓക്കെ, അപ്പൊ ഇതാ ടിവിയിൽ പിക്ചർ വന്നിട്ടുണ്ട്. ഇത് കണ്ടിട്ട് എന്താണ് തോന്നുന്നത്? എന്തായിരിക്കും ഈ വേർഡ്? എന്താണ്? ബ്ലൂ ഷിപ്പ് ആണോ? ഗസ് ആണോ? ഒന്നും കൂടി കാണിച്ചു തരാം, ഒന്നും കൂടി ശ്രദ്ധിച്ചോളൂ. ആദ്യത്തെ പിക്ചർ എന്താണെന്ന് ക്ലിയർ ആവുന്നില്ല. അതാണ്, ഒന്നും കൂടി ആലോചിച്ച് നോക്കിക്കോളൂ. ഓക്കെ, അപ്പൊ പിക്ചർ ഒന്നും കൂടി കാണിക്കാം. ബ്ലൂ തന്നെയാണോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും ആയിരിക്കുമോ? പിടിയിട്ടുന്നില്ലല്ലേ? ഇല്ല. ഓക്കെ, അപ്പൊ എന്നാലും സാറിന് നമ്മൾ നെക്സ്റ്റ് സൺഡേ വിളിച്ചോളൂ കേട്ടോ. ഓക്കെ, ബൈ. ഓക്കെ, അപ്പോൾ എന്തായാലും ആൻസർ കിട്ടിയിട്ടില്ല. നിങ്ങൾക്ക് അറിയാമെങ്കിൽ വേഗം വിളിച്ചോളൂ. അപ്പോൾ ഫസ്റ്റ് ആ ഇമോജി നമുക്ക് ഇത്തിരി കൺഫ്യൂസിങ് ആണ്. ഹലോ ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങൾ വേഗം വിളിച്ചോളൂ. അപ്പോൾ നിങ്ങളുടെ കോൾസിന് വേണ്ടി ഞാൻ വെയിറ്റിംഗ് ആണ്. ഹലോ പറയൂ, ആരാണ് വിളിക്കുന്നത്? ഹസ്നയാണോ വിളിക്കുന്നത്? എവിടെ നിന്നാണ് വിളിക്കുന്നത്? എറണാകുളത്ത് എവിടെയാണ്? എറണാകുളത്ത് വച്ചാളത്ത് നിന്നാണ് വിളിക്കുന്നത്. ഓക്കെ, വീട്ടിലാരൊക്കെ ഉണ്ട്? എല്ലാവരും ഉണ്ട്. ആരൊക്കെയാണ് ഈ എല്ലാവരും? എല്ലാവരും ഉണ്ടല്ലേ. ഓക്കെ, ഉമ്മയുടെ പേരെന്താണ്? ഷംല. അപ്പൊ നേരത്തെ വിളിച്ചായിരുന്നോ? ഇല്ല അല്ലേ. ഓക്കെ, അപ്പൊ ഇന്ന് വേറെ ഒരു കുട്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ കുട്ടിയുടെ ഉമ്മയുടെ പേരും ഷംല എന്നായിരുന്നു. ഓക്കെ, പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? ആദ്യമായിട്ടാണോ ഹലോ കിഡ്സിലേക്ക് വിളിക്കുന്നത്? ഓക്കെ, അതിന്റെ ഒരു ടെൻഷൻ ഉണ്ടോ? ഇല്ല, തീരെ ഇല്ല അല്ലേ. ഒരു പാട്ട് പാടോ? അറിയില്ല, എന്നാലും ഒന്ന് ട്രൈ ചെയ്യൂ. എല്ലാവർക്കും വേണ്ടി. അറിയില്ല. വീട്ടില് പാട്ട് പാടുന്ന ആരെങ്കിലും ഉണ്ടോ? അറിയില്ല. വേറെ ആരും ഇല്ലേ വീട്ടില് പാട്ട് പാടുന്നത്? ഇല്ല. ഓക്കെ, അപ്പൊ സൈഡിൽ നിന്ന് ആരൊക്കെയോ എന്തൊക്കെയോ പറയുന്നുണ്ടല്ലോ. ഹലോ കേക്കുന്നില്ലേ? ഓക്കെ, ഇതാരാണ് സംസാരിക്കുന്നത്? ഹസ്നയുടെ ഉമ്മയാണ്. ഓക്കെ, ആന്റിയുടെ പേരെന്തായിരുന്നു? ഷംല അല്ലേ? ഓക്കെ, അപ്പൊ ഹൗസ് വൈഫ് ആണോ? ഓക്കെ, അപ്പൊ വീട്ടിലെല്ലാവരും ഉണ്ടെന്ന് ഹസ്ന പറഞ്ഞു. ഓക്കെ, അപ്പൊ ഞാൻ ജസ്റ്റ് പാട്ട് പാടാൻ അറിയോന്ന് ചോദിച്ചതാണ്. ആന്റി പാട്ട് പാടോ? ഹസ്ന പാടും. എന്നിട്ട് അറിയില്ല എന്നാണ് പറഞ്ഞത്. ഓക്കെ, എന്നാ ഹസ്നനെ കൊണ്ടൊരു പാട്ട് പാടിപ്പിക്കോ? ഓക്കെ. ഇത്തിരി ടിവിയുടെ അടുത്തുനിന്ന് മാറി നിന്നോളൂ കേട്ടോ. ഓക്കെ, എന്നിട്ട് പാടിക്കോളൂ, ധൈര്യമായിട്ട് പാടിക്കോളൂ. അറിയില്ല. അപ്പൊ ഉമ്മ പറഞ്ഞ അറിയാന്ന് പറഞ്ഞല്ലോ. ഓക്കെ, എന്നാ സാറില്ല, നമുക്ക് നെക്സ്റ്റ് സൺഡേ പാടാം. അപ്പൊ ഇപ്പൊ എന്തായാലും ചോദ്യം ചോദിക്കട്ടെ? ഓക്കെ, എന്ത് ചോദ്യം വേണം ഹസ്നയ്ക്ക്? പിക്ചർ മതി. ഓക്കെ, തമാശ മതിയോ? ഓക്കെ, എന്നാ ഞാൻ തമാശ ചോദ്യം ചോദിക്കാം. 4 പേര് ഒരു കടയിൽ കയറി. എല്ലാവരും മസാല ദോശ ഓർഡർ ചെയ്തു. പക്ഷേ എല്ലാവർക്കും കിട്ടിയില്ല. അതെന്താണ്? ഒന്നും കൂടി ചോദിക്കാം, ശ്രദ്ധിച്ച് കേട്ടോളണം. ഓക്കെ, 4 പേര് ഒരു കടയിൽ കയറി. എല്ലാവരും മസാല ദോശ ഓർഡർ ചെയ്തു. പക്ഷേ എല്ലാവർക്കും കിട്ടിയില്ല.
അതെന്താണ്? അത് തീർന്നു. തീർന്നോ? ഉറപ്പാണോ? പക്ഷേ കിട്ടിയില്ല. പക്ഷെ കിട്ടിയില്ലേ? ആണോ? മസാല ദോശ കിട്ടിയില്ല. എന്താണ്? മസാല ദോശ കിട്ടിയില്ല. മസാല ദോശ കിട്ടിയില്ല. ഉറപ്പിച്ചോ? അതാണോ ആൻസർ? ഓക്കെ, അപ്പൊ എന്തായാലും ആൻസർ തെറ്റാണ് കേട്ടോ. ഓക്കെ, സാറില്ല. അപ്പൊ എന്തായാലും ഇതിന്റെ ആൻസർ അറിയാൻ വേണ്ടി ഷോ ഫുൾ കണ്ടോളൂ. ഓക്കെ, ബൈ. ഓക്കെ, അപ്പൊ നമ്മുടെ ഹസ്നയാണ് വിളിച്ചത്. ഹസ്നയ്ക്ക് ആൻസർ കിട്ടിയിട്ടില്ല. അപ്പൊ നിങ്ങൾക്ക് അറിയാമെങ്കിൽ വേഗം വിളിച്ചോളൂ. ഹലോ ഹലോ ഹലോ, പറയൂ, ആരാണ് വിളിക്കുന്നത്? ഗോപിക. ഗോപികയാണ് വിളിക്കുന്നത്. എവിടെ നിന്നാണ് വിളിക്കുന്നത്? തേവര. തേവരയിൽ നിന്നാണ് വിളിക്കുന്നത്. ആദ്യമായിട്ടാണോ വിളിക്കുന്നത്? ഓക്കെ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖാണ്. ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ ഹലോ കിഡ്സ്? കാണാറുണ്ട്. ഇഷ്ടമാണോ? അല്ല, ഹലോ കിഡ്സ് ഇഷ്ടമാണോന്നാ ചോദിച്ചത്. ഓക്കെ, 9th പഠിക്കുന്നത്. ഏതാണ് സ്കൂള്? സെന്റ് തോമസ് സ്കൂളിലാണ്. ക്ലാസ് ഒക്കെ എങ്ങനെ പോകുന്നു? ഓക്കെ, അപ്പൊ ഇപ്പൊ സ്കൂള് തുറക്കാൻ പോകുന്നു പറയുന്നുണ്ടല്ലോ. അപ്പൊ എന്താണ് അതിനെപ്പറ്റി അഭിപ്രായം? സ്കൂളിൽ പോകാൻ ഇഷ്ടമാണോ? ഇഷ്ടമാണ്. ഓൺലൈൻ ക്ലാസ് അപ്പോ പ്രശ്നമാണോ? ഓൺലൈൻ ക്ലാസ് ആണ്. അപ്പൊ അത് എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? അതിനേക്കാൾ ബെറ്റർ സ്കൂളിൽ പോകുന്നതാണല്ലേ? അതിനേക്കാൾ ബെറ്റർ സ്കൂളിൽ പോകുന്നതാണോ? ഓക്കെ, അപ്പൊ പോവാൻ റെഡി ആയിട്ട് നിൽക്കാല്ലേ? ഓക്കെ, അപ്പൊ എന്തായാലും സ്കൂളൊക്കെ തുറന്ന് സ്കൂളിൽ പോയിട്ട് അടിച്ചു പൊളിക്കാൻ പറ്റട്ടെ. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് ചോദ്യത്തിലേക്ക് പോയാലോ? ഓക്കെ, അപ്പൊ എന്ത് ചോദ്യം വേണം? പിക്ചർ മതിയോ? ഓക്കെ, അപ്പൊ ടി വിയിൽ ഇപ്പൊ ഒരു പിക്ചർ വരും. അപ്പൊ ഗോപിക അത് കണ്ടിട്ട് ആൻസർ പറഞ്ഞോളൂ. ഓക്കെ, അപ്പൊ ഗോപികക്ക് വേണ്ടിയുള്ള പിക്ചർ ഇതാ ഇപ്പൊ ടി വിയിൽ വന്നിട്ടുണ്ട്. സ്പേസ്ഷിപ്പ് ആണോ? ഉറപ്പാണോ? ഉറപ്പാണ്. 100% ഷുവർ ആണല്ലേ? ഓക്കെ, അപ്പൊ ഇതെന്താണ് സ്പേസ്ഷിപ്പ് ആണെന്ന് പറയാൻ കാര്യം? സ്പേസ് ഉണ്ട്, ഷിപ്പ് ഉണ്ട്. അപ്പൊ നമ്മളൊന്ന് കണക്ട് ചെയ്ത് നോക്കിയതാണല്ലേ? ഓക്കെ, അപ്പൊ എന്തായാലും ഗോപിക പറഞ്ഞ ആൻസർ കറക്റ്റ് ആണ്. കൺഗ്രാറ്റ്സ്. ഓക്കെ, അപ്പൊ എന്തായാലും ഇനിയുള്ള സൺഡേസ് വിളിക്കണം കേട്ടോ. ഓക്കെ, ബൈ. ഓക്കെ, അപ്പൊ ഗോപികയാണ് വിളിച്ചത്. ഗോപിക പറഞ്ഞ ആൻസർ കറക്റ്റ് ആണ്. സ്പേസ്ഷിപ്പ് ആണ് കറക്റ്റ് ആൻസർ. ഹലോ, കോൾ ഡിസ്കണക്ട് ആയി പോയി. അപ്പൊ എന്തായാലും നിങ്ങൾ വേഗം വേഗം വിളിച്ചോളൂ. ഹലോ ഹലോ, പറയൂ, ആരാണ് വിളിക്കുന്നത്? ഓക്കെ, അബിൻ ടിവിയുടെ അടുത്തൊന്ന് കുറച്ച് മാറി നിന്നോളൂ. എക്കോ കേൾക്കുന്നുണ്ട്. ഓക്കെ, മാറി നിന്നോ. എബിൻ ആന്റണിയാണ് വിളിക്കുന്നത്. എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഇടക്കൊച്ചിന്നാണ് വിളിക്കുന്നത്. ഇതിനുമ്പ് വിളിച്ചിട്ടില്ലേ? വിളിച്ചിട്ടുണ്ട്. ഓക്കെ, വീട്ടിൽ ആരൊക്കെ ഉണ്ടായിരുന്നു? അപ്പൻ, അമ്മ, അമ്മൂമ്മ, ചേട്ടൻ. ഓക്കെ, അപ്പൊ എല്ലാരും സുഖമായിട്ടിരിക്കുന്നോ? ഓക്കെ, അപ്പൊ എല്ലാരും അന്വേഷിച്ചെന്ന് പറയണേ. ഓക്കെ, എബിൻ പാട്ട് പാടുവോ? ഇല്ല. സ്പോർട്സിൽ ഏതാണ് ഇഷ്ടം? ക്രിക്കറ്റ് ആണ് ഇഷ്ടം അല്ലേ? ഓക്കെ, ക്രിക്കറ്റ് കളിക്കാറുണ്ടോ? ഓക്കെ, അപ്പൊ ഫേവറേറ്റ് ക്രിക്കറ്റ് പ്ലെയർ ആരാണ്? ഓക്കെ, അപ്പൊ എന്തായാലും നമുക്കൊരു ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? ഓക്കെ, അപ്പൊ എന്ത് ക്വസ്റ്റ്യൻ വേണം? പിക്ചർ മതിയോ? ഓക്കെ, അപ്പൊ എബിന് വേണ്ടിയുള്ള പിക്ചർ ഇതാ ഇപ്പോൾ ടി വിയിൽ വരും. അപ്പൊ അത് കണ്ടിട്ട് ആൻസർ പറയാം. ഓക്കെ, അപ്പൊ പിക്ചർ വന്നിട്ടുണ്ട്. ഇത് കണ്ടിട്ട് എന്താണ് തോന്നുന്നത്? ഇയറിംഗ് ആണോ? ഉറപ്പാണോ? തെറ്റിപ്പോയാലോ? തെറ്റിപ്പോവില്ല അല്ലേ? ഓക്കെ, അപ്പൊ എന്തായാലും എബിൻ പറഞ്ഞ ആൻസർ കറക്റ്റ് ആട്ടോ. കൺഗ്രാറ്റ്സ്. ഓക്കെ, അപ്പൊ എന്തായാലും ഇനിയുള്ള സൺഡേസ് വിളിക്കില്ലേ? എന്ത് പറ്റി? ആൻസർ കറക്റ്റ് ആയിട്ട് ഒരു സന്തോഷമില്ലല്ലോ? ആണോ? ഓക്കെ, അപ്പൊ എന്തായാലും നമ്മൾ നെക്സ്റ്റ് സൺഡേ വിളിക്കണേ. ഓക്കെ, ബൈ. ഓക്കെ, അപ്പോൾ എബിനാണ് വിളിച്ചത്. എബിൻ പറഞ്ഞ ആൻസർ കറക്റ്റ് ആണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഹലോ കിഡ്സിൽ ഒരു ബ്രേക്ക് എടുത്തിട്ട് തിരിച്ചു വരാം. ഓക്കെ,
വെൽക്കം ബാക്ക്. അപ്പോൾ എന്തായാലും നമ്മുടെ നെക്സ്റ്റ് കോളർ ആരാ നോക്കാം. ഹലോ, കോൾ ഡിസ്കണക്ട് ആയിപ്പോയി. അപ്പോൾ എന്തായാലും നിങ്ങൾ വേഗം വേഗം വിളിച്ചോളൂ. ഹലോ ഹലോ ഹലോ, പറയൂ, ആരാണ് വിളിക്കുന്നത്? ഓക്കെ, അപ്പോൾ റേഞ്ചിന് എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും നിങ്ങൾ വേഗം വേഗം വിളിച്ചോളൂ. അപ്പോൾ കുറേ ക്വസ്റ്റ്യൻസ് ആയിട്ട് ഞാൻ വെയിറ്റിംഗ് ആണ്. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മുടെ കുട്ടികളൊക്കെ വേഗം വേഗം വിളിച്ച് തുടങ്ങിക്കോളൂ. അപ്പോൾ നമ്മൾ കുറേ ഗ്യാപ്പിന് ശേഷമാണ് വീണ്ടും ഹലോ കിഡ്സ് തുടങ്ങിയത്. അപ്പോൾ പലരും ഹലോ കിഡ്സ് ഇല്ലെന്നാണ് വിചാരിച്ചേക്കുന്നത്, പക്ഷേ ഇന്ന് ഹലോ കിഡ്സ് ഉണ്ട് കേട്ടോ. ഹലോ ഹലോ, പറയൂ, ആരാണ് വിളിക്കുന്നത്? നിർണയാണ് വിളിക്കുന്നത്. എവിടെ നിന്നാണ് വിളിക്കുന്നത്? തൈക്കൂടത്ത് നിന്നാണ് വിളിക്കുന്നത്. ഇതിനുമ്പ് വിളിച്ചിട്ടുണ്ടോ? വിളിച്ചിട്ടുണ്ട്. ഓക്കെ, എന്തൊക്കെയുണ്ട് വിശേഷം? അതെന്താ പ്രത്യേകിച്ച് വിശേഷമൊന്നും ഇല്ലാത്തെ? അതൊന്നും എനിക്കറിയില്ല അല്ലേ. ഓക്കെ, ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? തേർഡിലാണ് പഠിക്കുന്നത്. ഓക്കെ, അപ്പം ഭയങ്കര ക്യൂട്ട് വോയിസ് ആണല്ലോ. ഓക്കെ, അപ്പൊ ഈ ക്യൂട്ട് വോയിസിൽ പാട്ട് പാടുവോ? ചെറുതായിട്ട് പാട്ട് പാടും. അതൊന്ന് വലുതായിട്ട് പാടാത്തെ? ഓക്കെ, എന്തായാലും നമുക്ക് ആ ചെറിയ പാട്ടൊന്ന് കേൾക്കാൻ പറ്റുമോ? ഓക്കെ, എന്നാ വേഗം പാടിക്കോളൂ. ദൂരെയൊരു മഴവില്ലിന്നേഴാം വർണ്ണം പോൽ തൂവൽ കവിളിനയിൽ നിന്നായാലാവണ്യം ഇന്നിൻ ഇടവഴിയിൽ നിന്നോമൽ കാൽത്താളം നീയാൻ സരസതയിൽ മൗനം വാചാലം സാഗരാഗങ്ങളേറ്റു പാടുന്ന ഭൂമിയും വാനവും സാക്ഷിയായി ഭാവുകങ്ങളേകുന്ന ശ്യാമമേഘങ്ങളും പാവിലമഴയേ നീ പെയ്യുമോ ഇന്നിവളെ നീ മൂടുമോ. ഓക്കെ, സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. പാട്ട് പഠിക്കുന്നുണ്ടോ? ഇല്ല, പക്ഷെ അടിപൊളിയായിട്ട് പാടിയല്ലോ. ഇതാരാ പഠിപ്പിച്ചത്? തന്നെ പഠിച്ചതാണോ? ഒമ്പോ, സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഓക്കെ, അപ്പൊ മിടുക്കിയാണ്. സ്കൂളിലൊക്കെ പാട്ട് കോമ്പറ്റീഷനൊക്കെ വരുമ്പോ പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുണ്ടോ? അതില് പാട്ട് പാടും. ഓക്കെ, ഈ പാട്ട് തന്നെയാണോ പാടുന്നത്? ഒരു പ്രാവശ്യം ഇത് പാടിയിട്ടുണ്ട്, അതുകൊണ്ട് വേറെ പാട്ടാണല്ലേ? ഓക്കെ, അപ്പൊ എന്തായാലും സൂപ്പർ പാട്ടാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഓക്കെ, പിന്നെ ഇനിയും ഇതുപോലെ പാട്ടൊക്കെ പറഞ്ഞോട്ടോ. ഓക്കെ, അതുപോലെ ഇടക്കിടക്ക് വിളിക്കണം. ഓക്കെ, അപ്പൊ എന്തായാലും ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? ഓക്കെ, പിക്ചർ ചോദ്യം തരാം. അപ്പൊ ടിവിയുടെ അടുത്താണോ നിൽക്കുന്നത്? ഓക്കെ, അപ്പൊ എന്തായാലും നിർണയക്ക് വേണ്ടിയുള്ള പിക്ചർ ഇതാ ഇപ്പോൾ ടി വിയിൽ വരും. അപ്പൊ അത് കണ്ടിട്ട് ആൻസർ പറയാം അല്ലേ? ഓക്കെ, അപ്പൊ നിർണയുടെ പിക്ചർ വന്നിട്ടുണ്ട് കേട്ടോ. പിക്ചർ വന്നിട്ടുണ്ട്. എന്താണ് ഇതിന്റെ ആൻസർ? ഓക്കെ, പിക്ചർ കണ്ടോ? ബോട്ടിലാണോ? എന്ത് ബോട്ടിലാണ്? ഫേസ് ബോട്ടിലോ? അങ്ങനെ ബോട്ടിലൊക്കെ ഉണ്ടോ? അറിയില്ല, ഒന്നും കൂടി കാണിച്ചു തരാം, ശ്രദ്ധിച്ച് കണ്ടോളൂ. ഓക്കെ, അപ്പൊ ഒന്നും കൂടി വന്നിട്ടുണ്ട് കേട്ടോ. ഫേസ് ബോട്ടിലാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബോട്ടിലാണോ? ഒന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. കിട്ടുന്നില്ലേ? എന്താണ്? ബോയ് ബോട്ടിൽ. ഉറപ്പാണോ? അറിയില്ല, നല്ലൊരു ഗസ് ആണല്ലേ. ഓക്കെ, ഇപ്പൊ എന്തായാലും ബോയ് ബോട്ടിൽ എന്നാണ് നിർണയ പറയുന്നത്. ആ ആൻസർ തെറ്റാണ്. ഓക്കെ, സാറില്ല. അപ്പൊ എന്തായാലും നമ്മൾ നെക്സ്റ്റ് സൺഡേ വിളിച്ചോളൂ. അപ്പൊ ഇതിനും സിമ്പിൾ ഒരു ചോദ്യം തരാം അല്ലേ? ഓക്കെ, ബൈ. ഓക്കെ, അപ്പം നിർണയാണ് വിളിച്ചത്. നിർണയക്ക് ആൻസർ കിട്ടിയിട്ടില്ല. അപ്പൊ നിങ്ങൾക്ക് അറിയാമെങ്കിൽ വേഗം വിളിച്ചോളൂ. ഹലോ, പറയൂ, ആരാണ് വിളിക്കുന്നത്? റിയ ആണ് വിളിക്കുന്നത്. എവിടെ നിന്നാണ് വിളിക്കുന്നത്? വൈറ്റിലെന്നാണ് വിളിക്കുന്നത്. ആദ്യമായിട്ടാണോ വിളിക്കുന്നത്? ഓക്കെ, വൈറ്റിലയിൽ എവിടെയാണ്? പൊന്നുരുന്തി. ഓക്കെ, അത് കറക്റ്റ് എവിടെയാണ് പൊന്നുരുന്നിയില്?
പാരഡൈസ് റോട്ടില് പാരഡൈസ് റോഡിലാണല്ലേ? ഓക്കെ ഓക്കെ. ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? സെന്റ് തെരേസാസിലാണ് പഠിക്കുന്നത്. ഏത് ക്ലാസ്സിലാണ്? 6ാം ക്ലാസ്സില്. 6ാം ക്ലാസ്സില്. ഓക്കെ. വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടില് പപ്പയുണ്ട്, അമ്മയുണ്ട്, പിന്നെ കുഞ്ഞാവയുണ്ട്. ഓക്കെ. കുഞ്ഞാവയുടെ പേരെന്താണ്? റേച്ചൽ. റേച്ചൽ. ഓക്കെ. എത്ര വയസ്സായി കുഞ്ഞാവക്ക്? ഒരു വയസ്സ്. 1 വയസ്സായി. ഓക്കെ. പാട്ട് പാടുവോ? ഇല്ല. ഇല്ല. ഡാൻസ് കളിക്കോ? ആ. ഓക്കെ. അപ്പൊ എന്തായാലും ഡാൻസ് കളിച്ച വീഡിയോസ് ഒക്കെ ഞങ്ങൾക്ക് അയച്ചു തരൂ കേട്ടോ. ആ. ഓക്കെ. ഡാൻസ് പഠിക്കുന്നുണ്ടോ? നേരത്തെ കൊറോണക്ക് മുമ്പ് പഠിക്കണ്ടായിരുന്നു. ഓക്കെ. കൊറോണ വന്ന പിന്നെ പഠിക്കാൻ പറ്റിയിട്ടില്ല അല്ലേ? ഇല്ല. ഓക്കെ. അപ്പൊ എന്ത് ഡാൻസ് ആണ് പഠിച്ചുകൊണ്ടിരുന്നത്? സിനിമാറ്റിക് ഡാൻസ് ആണ് പഠിച്ചുകൊണ്ടിരുന്നത്. അതാണോ ഇഷ്ടം? ആ. ഓക്കെ. എന്നാ ഒരു ചോദ്യത്തിലേക്ക് പോയാലോ? ആ. ഓക്കെ. എന്ത് ചോദ്യം വേണം? പിക്ചർ. ഓക്കെ. പിക്ചർ നമ്മളിപ്പോ കാണിക്കും. അപ്പോൾ പിക്ചർ കണ്ടിട്ട് ആൻസർ പറയാം അല്ലേ? ആ. ഓക്കെ. അപ്പോൾ റിയക്ക് വേണ്ടിയുള്ള പിക്ചർ ഇതാ ഇപ്പോൾ സ്ക്രീനിൽ വന്നിട്ടുണ്ട്. എന്താണ് ഇതിന്റെ ആൻസർ? ബേബി മെഡിസിൻ. ബേബി മെഡിസിൻ ആണോ? ബേബി മെഡിസിൻ തന്നെയാണോ? ബേബി ബോട്ടിൽ. ബേബി ബോട്ടിൽ ആണോ? ഉറപ്പാണോ? ആണെന്ന് തോന്നുന്നു അല്ലേ? ഓക്കെ. അപ്പൊ എന്തായാലും ആൻസർ കറക്റ്റ് ആണ്. കൺഗ്രാറ്റ്സ്. ഓക്കെ. അപ്പൊ എന്തായാലും അന്ന് ആദ്യമായിട്ടാണ് ഹലോ കിഡ്സിലേക്ക് വിളിക്കുന്നത്. അപ്പൊ ആൻസറും പറയാൻ പറ്റിയല്ലേ? ഓക്കെ. അപ്പൊ എന്തായാലും ഇനിയുള്ള സൺഡേസും വിളിക്കണേ. ഓക്കെ. ബൈ. ബൈ. ഓക്കെ. അപ്പോൾ നമ്മുടെ റിയ ആണ് വിളിച്ചത്. റിയ പറഞ്ഞ ആൻസർ കറക്റ്റ് ആണ്. ബേബി ബോട്ടിലാണ് കറക്റ്റ് ആൻസർ. ഹലോ ഹലോ. ഓക്കെ. കോൾ ഡിസ്കണക്റ്റ് ആയെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും നിങ്ങൾ വേഗം വേഗം വിളിച്ചോളൂ. ഹലോ ഹലോ. ഹലോ. പറയൂ. ആരാണ് വിളിക്കുന്നത്? ആരാണ്? ക്ലിയർ ആയില്ല. സ്പെല്ലിംഗ് പറയോ? CHRISELDA. ഓക്കെ. ഇച്ചിരി വലിയ പേരാണല്ലോ. ഷോർട്ടാക്കി വീട്ടിലെന്താ വിളിക്കുന്നേ? അത് തന്നെയാണോ വിളിക്കുന്നത്? ഓക്കെ. ആരാണ് ഈ പേരിട്ടത്? ഓക്കെ. പക്ഷെ എനിക്ക് പേര് അങ്ങോട്ട് ക്ലിയർ ആയില്ല കേട്ടോ. ഓക്കെ. എവിടെ നിന്നാണ് വിളിക്കുന്നത്? മുണ്ടമ്പേലി, സൗദി മുണ്ടമ്പേലി. ഇതിനെ വിളിച്ചിട്ടുണ്ടോ? ഇല്ല. ഇല്ല. ആദ്യമായിട്ടാണല്ലോ വിളിക്കുന്നത്. ത്രിസർദയോ? ത്രിസൽദ. ആ. ഓക്കെ ഓക്കെ. ഏത് ക്ലാസ്സിലായിരുന്നു പഠിക്കുന്നത്? 8ല്. ഓക്കെ. അപ്പോൾ നമ്മുടെ ഹലോ കിഡ്സ് ഇതിനു മുമ്പ് കാണാറുണ്ടായിരുന്നോ? കാണാറുണ്ടായിരുന്നു. ഫ്രണ്ട്സിനോടൊക്കെ പറയാറുണ്ടോ ഹലോ കിഡ്സിനെ കുറിച്ച്? ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞിട്ടുണ്ടോ ഹലോ കിഡ്സിനെ കുറിച്ച്? ഇല്ല. ഓക്കെ. അപ്പോൾ പാട്ടും ഡാൻസ് അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ടോ? പാട്ട് പാടും. ഒന്നൊരു പാട്ട് പാടി തരുമോ? അടുത്ത പ്രാവശ്യം വിളിക്കുമോ? ഇപ്പൊ പ്രിപ്പയർഡ് അല്ലേ? ഓക്കെ. അപ്പൊ എന്തായാലും നമുക്ക് ചോദ്യത്തിലേക്ക് പോയാലോ? എന്ത് ചോദ്യം വേണം? പിക്ചർ മതി. ഓക്കെ. അപ്പോൾ ആ പിക്ചർ ഇപ്പോൾ TV-യിൽ വരും. അപ്പോൾ അത് കണ്ടിട്ട് നമുക്ക് ആൻസർ പറയാം. ഓക്കെ. അപ്പോൾ ആ പിക്ചർ വന്നിട്ടുണ്ട്. ഫുട്ബോൾ ആണോ? ഉറപ്പാണോ? ഉറപ്പാണ്. ഫുട്ബോൾ ആണെന്നാണ് പറയുന്നത്. ഓക്കെ. അപ്പോൾ എന്തായാലും ആൻസർ കറക്റ്റ് ആണ്. കൺഗ്രാറ്റ്സ്. ഓക്കെ. അപ്പോൾ എന്തായാലും ഇനിയുള്ള സൺഡേസ് വിളിക്കണേ. അപ്പോൾ വീട്ടിലെല്ലാവരും അന്വേഷിച്ചെന്നും പറയണം. ഓക്കെ. ബൈ. ഓക്കെ. അപ്പോൾ എന്തായാലും ആൻസർ കറക്റ്റ് ആണ്. ഫുട്ബോൾ ആയിരുന്നു കറക്റ്റ് ആൻസർ. ഹലോ പറയൂ. ആരാണ് വിളിക്കുന്നത്? അഭിനന്ദാണ് വിളിക്കുന്നത്. എവിടെ നിന്നായിരുന്നു വിളിക്കുന്നത്? സൗത്ത് പറവൂർ. നമ്മളെപ്പോഴും വിളിച്ചുകൊണ്ടിരുന്ന അഭിനവ് അല്ലേ? ഓക്കെ. എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. ഇന്ന് ഭയങ്കര സൈലന്റ് ആയിട്ടാണല്ലോ സംസാരിക്കുന്നത്. അങ്ങനെയൊന്നുമില്ല അല്ലേ? ഓക്കെ. എന്തൊക്കെയുണ്ട് വിശേഷം? ക്ലാസ് ഒക്കെ എങ്ങനെ പോകുന്നു? അടിപൊളിയായിട്ട് പോകുന്നു. ഓക്കെ. അപ്പോൾ എന്തായാലും അഭിനന്ദന് വേണ്ടിയുള്ള ക്വസ്റ്റ്യൻ നമുക്ക് നോക്കിയാലോ? എന്ത് ക്വസ്റ്റ്യൻ വേണം? പിക്ചർ വേണോ? ക്വസ്റ്റ്യൻ മതി അല്ലേ? ഓക്കെ. അപ്പോൾ ഒരു കുസൃതി ചോദ്യമാണ്. ശ്രദ്ധിച്ച് കേൾക്കണം. 4 പേര് ഒരു കടയിൽ പോയി. മസാല ദോശ ഓർഡർ ചെയ്തു. പക്ഷേ എല്ലാവർക്കും കിട്ടിയില്ല. അതെന്താ?
മസാല ദോശയിൽ എങ്ങനെ എല്ലോ വന്നേ? മസാല ദോശയിൽ എല്ലോ ആണോ? അതെങ്ങനെ വന്നേ? അതെങ്ങനെയാ വന്നേന്നല്ലേ? ആ, ഉറപ്പാണോ? ആൻസർ എന്താ? മസാല ദോശയില് എല്ലില്ല. മസാല ദോശയിൽ എല്ലില്ല, ഉറപ്പിച്ചു? ഇല്ല, പക്ഷെ മസാല ദോശയിൽ എല്ലുണ്ടല്ലോ. ഇല്ല. എല്ലുണ്ട്. ഇല്ല. ഉണ്ടെന്ന് ഇത് ആലോചിച്ച് നോക്കൂ. മസാല ദോശ എന്ന് എഴുതുമ്പോ സ്പെല്ലിങ്ങിൽ എല്ലില്ലേ? അതല്ല. ആ എല്ലല്ലേ ഫുഡിൽ ഉണ്ടാവുന്നല്ലേ. ഓക്കെ, അപ്പൊ എന്തായാലും ആൻസർ കറക്റ്റ് ആണ്. കൺഗ്രാറ്റ്സ്. താങ്ക് യു. ഓക്കെ, അപ്പൊ എന്തായാലും ഇനിയുള്ള സൺഡേസ് വിളിക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ വീട്ടിലെല്ലാരും അന്വേഷിച്ചു പറയില്ലേ? ഓക്കെ, അപ്പൊ ബൈ. ഓക്കെ, അപ്പൊ അഭിനന്ദാണ് വിളിച്ചത്. അഭിനന്ദ് പറഞ്ഞ ആൻസർ കറക്റ്റ് ആണ്. ഹലോ. ഹലോ. പറയൂ, ആരാണ് വിളിക്കുന്നത്? അനുപമ. അനുപമയാണ് വിളിക്കുന്നത്. എവിടെ നിന്നായിരുന്നു വിളിക്കുന്നത്? എരൂര്. എരൂർന്നാണ് വിളിക്കുന്നത്. എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. ഓക്കെ, അപ്പൊ നമ്മൾ വിളിച്ചിട്ട് കുറെ നാളായല്ലേ? ആ. ഓക്കെ, അപ്പൊ ക്ലാസ് ഒക്കെ എങ്ങനെ പോകുന്നു? നന്നായിട്ട് പോകുന്നു. നന്നായിട്ട് പോകുന്നുണ്ട്. എക്സാംസ് ഒക്കെ ഉണ്ടോ? ആ. ഓക്കെ, അപ്പൊ ഇപ്പൊ കുറച്ച് അവധി വരാൻ പോവാല്ലേ, പൂജ ഹോളിഡേയ്സിന്റെ? അതെ. ഓക്കെ, അപ്പൊ ഇത്തിരി ഒരു ആശ്വാസമാണല്ലേ? ആ. ഓക്കെ, അപ്പൊ ഹോളിഡേയ്സ് ഒക്കെ ഇഷ്ടമാണോ, അല്ലെങ്കിൽ എല്ലാ ദിവസവും പഠിച്ചുകൊണ്ടിരിക്കുന്നതാണോ ഇഷ്ടം? ഹോളിഡേയ്സ്. ഹോളിഡേയ്സ് ആണ് ഇഷ്ടം. ഓക്കെ, ഇപ്പൊ അടുത്ത് ആരൊക്കെ ഉണ്ട്? ഇപ്പൊ അടുത്ത് അമ്മ, അച്ഛൻ, അമ്മുമ്മ, അപ്പൂപ്പൻ, പിന്നെ എന്റെ അനിയനും ഉണ്ട്. അനിയനും ഉണ്ട്. അപ്പൊ എല്ലാവരും കൂടി ഹലോ കിഡ്സ് കാണുവാണ്. എല്ലാവർക്കും ഇഷ്ടമാണോ ഹലോ കിഡ്സ്? ആ, ഇഷ്ടാണ്. ഓക്കെ, അപ്പൊ അനിയൻ പാട്ട് പാടുമോ? ആ, പാട്ട് പാടും. ഓക്കെ, എന്നാ അനിയനെ കൊണ്ടൊരു പാട്ട് പഠിക്കോ? ആ. ഓക്കെ. കണ്ണാനക്കണ്ണേ കണ്ണാനക്കണ്ണേ എന്നിത് സായവാ പുന്നാനനസ് പുന്നാനക്കയ്യ പൂപ്പോല ദീപമാ കാലങ്ങൾ തോറും എന്നൈക്കസേ മുക്തങ്ങൾ തോറുമാ എന്നിത് മേഘം തൂവും ഞാനും നീയും കൽക്കണ്ടായി മാറുവാം ആരാരിരാരോ രാരോ രാരോ ആരാരിരാരോ ആരാരിരാരോ രാരോ രാരോ ആരാരിരാരോ. ഓക്കെ, സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. പാട്ട് പഠിക്കുന്നുണ്ടോ? ഇല്ല. ഇല്ല. ഓക്കെ, ചേച്ചി പാട്ട് പാടോ? ആ. ചേച്ചിയും പാട്ട് പാടും. ഇപ്പൊ എല്ലാവരും പാട്ട് പാടുന്ന ആൾക്കാരാണല്ലേ? ആ, ചെറുതായിട്ട്. ഓക്കെ, അപ്പൊ ചേച്ചി ഒരു രണ്ടുപേര് പാടിക്കോളൂ. ആ. ഹലോ. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മൾ അനിയന്റെ പാട്ട് കേട്ടോ, അത് സൂപ്പർ ആയിരുന്നു. അപ്പൊ ചേച്ചിയും കൂടി ഒരു രണ്ടുപേര് ട്രൈ ചെയ്യോ? ആ, ട്രൈ ചെയ്യാം. ഓക്കെ. ഏത് പാട്ടാ പാടണ്ടേന്ന് അറിയില്ല. അത് ഏതെങ്കിലും പാട്ട് പഠിക്കും, ഇഷ്ടമുള്ള പാട്ട്. ആ. ഓക്കെ. ഭാഗ്യാദലക്ഷ്മി വാരമ്മ ನಮ್ಮಮ್ಮ ನೀ ಸೌಭಾಗ್ಯದ ಲಕ್ಷ್ಮೀ ಬಾರಮ್ಮ ಗೆಜ್ಜೆಯ ಕಾಲು ಕಿಲು ಕಿಲು ಎನ್ನುತ್ತ ಹೆಜ್ಜೆಯ ಮೇಲೆ ಹೆಜ್ಜೆಯ ನಿಕ್ಕುತ್ತ ಹೆಜ್ಜೆಯ ಕಾಲು ಹೆಜ್ಜೆ ನಿಕ್ಕುತ್ತ ಹೆಜ್ಜೆಯ ಮೇಲೆ ಹೆಜ್ಜೆಯ ನಿಕ್ಕುತ್ತ ಸಜ್ಜನ ಸಾಧು ಪೂಜೆ ಈ ಮದ್ದಿನ ಉಲಗಿನ ಬೆನ್ನ ಎಂದೆ ಭಾಗ್ಯದ ಲಕ್ಷ್ಮೀ ಬಾರಮ್ಮ ನಮ್ಮಮ್ಮ ನೀ ಸೌಭಾಗ್ಯದ ಲಕ್ಷ್ಮೀ ಬಾರಮ್ಮ. ഓക്കെ, നന്നായിട്ടുണ്ട് കേട്ടോ. ആ. ഓക്കെ, അപ്പൊ രണ്ടുപേരുടെയും ചേച്ചിയുടെ അനിയന്റെ ഒക്കെ പാട്ട് സൂപ്പറാണ്. ഓക്കെ, അപ്പൊ എന്തായാലും രണ്ടുപേർക്കും കൂടി നമുക്കൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാലോ? എന്ത് ക്വസ്റ്റ്യൻ ആണ് വേണ്ടത്? പിക്ചർ മതി. പിക്ചർ മതി. ഓക്കെ, അപ്പോൾ അതാ നിങ്ങൾക്ക് വേണ്ടിയുള്ള പിക്ചർ ഇപ്പോൾ സ്ക്രീനിൽ വരും. അപ്പോൾ അത് കണ്ടിട്ട് ആൻസർ പറയാൻ റെഡി ആയിക്കോളൂ. ഓക്കെ, അപ്പോൾ പിക്ചർ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിന്റെ ആൻസർ എന്താണ്? ഡി ബ്ലോക്ക്. ഡി ബ്ലോക്ക് ആണോ? ആണ്. ഡി ബ്ലോക്ക് ആണോ? ഉറപ്പാണോ? ഒന്നും കൂടി പിക്ചർ കാണിക്കട്ടെ? ആ. ഓക്കെ, അപ്പോൾ ഒന്നും കൂടി പിക്ചർ ശ്രദ്ധിച്ചോളൂ. ഓക്കെ, അപ്പോൾ പിക്ചർ ഒന്നും കൂടി സ്ക്രീനിൽ വരൂ കേട്ടോ. ഓക്കെ, അപ്പോൾ വന്നിട്ടുണ്ട്.
എന്തായിരിക്കും ഇതിന്റെ ആൻസർ? ഡി ബ്ലോക്ക് തന്നെയാണോ? അയ്യോ ലാസ്റ്റ് ഒരു ഇ ഉണ്ട്, നടുക്ക് ബ്ലോക്സ് ആണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണോ? അറിയില്ല. അറിയില്ല അല്ലേ? ഓക്കെ സാറില്ല. അപ്പോൾ എന്തായാലും നമ്മൾ നെക്സ്റ്റ് സൺഡേ വിളിച്ചോളൂ കേട്ടോ. ഓക്കെ ഓക്കെ ബൈ. ബൈ. ഓക്കെ, അപ്പോൾ നമ്മുടെ അനുപമയും അനിയനുമാണ് വിളിച്ചത്. അവർക്ക് ആൻസർ കിട്ടിയിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ വേഗം വിളിച്ചോളൂ. ഹലോ ഹലോ ഹലോ, ടിവിയുടെ അടുത്തൊന്ന് മാറി നിന്നോളൂ. മാറിയേക്കണേ. ഓക്കെ, ആരാണ് വിളിക്കുന്നത്? ഞാൻ കുറച്ചുകൂടി മാറി എരൂരിന്നാണ്. നിന്നോളൂ, അല്ലെങ്കിൽ വോളിയം കുറച്ച് വെക്കൂ. കുറച്ച് വെച്ച്. ഓക്കെ, പറയൂ, ആരാണ് വിളിക്കുന്നത്? ഞാൻ എരൂരിന്ന് വിളിക്കണേ, ഒരു വീട്ടമ്മയാണ്. ഇന്നാള് വിളിച്ചിട്ടുണ്ടേ ഞാൻ മോളെ. ആണോ? എന്തായിരുന്നു പേര്? രമ. എന്റെ പരസ്യത്തിൽ എന്റെ വോയിസ് കിടപ്പുണ്ട്. ആണല്ലേ? ഓക്കെ ഓക്കെ. എന്തൊക്കെയുണ്ട് വിശേഷം? കുറെ നാള് കഴിഞ്ഞിട്ടല്ലേ വീണ്ടും വിളിക്കുന്നത്? നല്ല വിശേഷം. ഇപ്പൊ ഇങ്ങനെ വച്ചു കണ്ടു, ഞാൻ വിളിച്ചു. ഓക്കെ, അപ്പൊ വീട്ടിലെല്ലാരും സുഖമായിട്ടിരിക്കുന്നോ? ഞങ്ങൾ ക്വാറന്റൈനില്ല, ഞങ്ങൾ കൊറോണ പിടിച്ചിരിക്കുക ഇവിടെ എല്ലാരും. ആണോ? ഓക്കെ, അപ്പൊ എത്ര നാളായി? കൊറേ ആയോ? ഞങ്ങൾക്ക് ഇനിയിപ്പോ ഓരോരുത്തർക്ക് പെട്ടെന്ന് വന്ന കാരണം എനിക്ക് ബുധനാഴ്ച തൊട്ട് ഇറങ്ങാം. ഓക്കെ ഓക്കെ, അങ്ങനെയാണല്ലേ? അങ്ങനെ ആശാവർക്കറെ വിളിച്ചിട്ടുണ്ടായി കുറച്ചു മുമ്പ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ക്വാറന്റൈനിൽ ഇരുന്ന് ടി വി ഒക്കെ കാണുകയാണ്. അതെ. ഓക്കെ, അപ്പൊ എന്തായാലും ഒരു എൻജോയ്മെന്റിന് വേണ്ടി നമുക്കൊരു ക്വസ്റ്റ്യൻ തരാം അല്ലേ? തന്നു. അറിയില്ല. പിക്ചർ ക്വസ്റ്റ്യൻ തരാം. ആ ഓക്കെ, അപ്പൊ ദാ ഇപ്പൊ ടിവിയിൽ ഒരു പിക്ചർ വരും, എന്നിട്ട് അതിന്റെ ആൻസർ എന്താണെന്ന് ആലോചിച്ചോളൂ. ഓക്കെ ഓക്കെ, അപ്പൊ എന്തായാലും പിക്ചർ ഇപ്പൊ വരൂ കേട്ടോ. ഓക്കെ. ഓക്കെ, അപ്പൊ പിക്ചർ വന്നു. ഇത് എന്താണ്? ഒന്നും അറിയില്ല. ഒന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. ഇല്ല, അത് ഡിയും ഇയും അത് എങ്ങനെയാന്നും അറിയില്ലല്ലോ മോളെ. ഇത് എന്താന്ന് ഞങ്ങൾ കാണാറില്ല. ഇത് ഈ മൂന്ന് സിമ്പിൾസ് കാണിച്ചിട്ടില്ലേ? ഡി ഉണ്ട്, അതിന് നടുക്ക് ഒരു സംഭവം ഉണ്ട്, പിന്നെ ഇ ഉണ്ട്. ഇത് കണക്ട് ചെയ്യുമ്പോൾ ഒരു വേർഡ് കിട്ടും. അതിപ്പോ ചിലപ്പോ ഒരു ഫെസ്റ്റിവൽ ആവാം, അല്ലെങ്കിൽ ഒരു പ്ലേസ് ആവാം, അങ്ങനെ എന്തെങ്കിലും ആവാം. ഓക്കെ, അപ്പൊ ഒന്നും കൂടി പിക്ചർ കാണിക്കാട്ടോ. ഓക്കെ, അപ്പൊ ആ പിക്ചർ വന്നിട്ടുണ്ട്. അപ്പൊ ഡി ഉണ്ട്, അതിന്റെ നടുക്കൊരു സംഭവം ഉണ്ട്, പിന്നെ ഇയും ഉണ്ട്. ഇത് കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്തായിരിക്കും കിട്ടുന്നത്? ആ നടുക്കുള്ളത് എന്താണെന്ന് മനസ്സിലായാല് സംഭവം സിമ്പിൾ ആണ്. ഓ ശരി, അങ്ങനെയാണല്ലേ? കിട്ടുന്നില്ലല്ലേ? ഒരു രക്ഷയില്ല മോളെ, ഒരു രക്ഷയില്ല. ഓക്കെ, അപ്പൊ എന്തായാലും ക്വാറന്റൈൻ ഇരിക്കുകയാണ്. അപ്പൊ ഇതിന്റെ ആൻസർ ഇന്ന് ഷോ ഫുൾ കണ്ടിട്ട് പോയാ മതി അല്ലേ? ഓക്കെ, അപ്പൊ എന്തായാലും നമ്മൾ ഇനിയുള്ള സൺഡേസ് വിളിക്കൂട്ടോ. ഓക്കെ ബൈ. ഓക്കെ, അപ്പൊ നമ്മൾ രമ ആന്റിയാണ് വിളിച്ചത്. ആന്റിക്ക് ആൻസർ കിട്ടിയിട്ടില്ല. അപ്പൊ നിങ്ങൾക്ക് അറിയെങ്കിൽ വേഗം വിളിച്ചോളൂ. ഹലോ ഹലോ. ഓക്കെ, അപ്പൊ നിങ്ങൾ വേഗം വിളിച്ചോളൂ. ഹലോ ഹലോ. ഓക്കെ, അപ്പോൾ നമ്മുടെ പിക്ചേഴ്സ് ചോദ്യങ്ങളൊക്കെ ഇനിയും ഉണ്ട്. അപ്പോൾ എല്ലാവരും വേഗം വിളിച്ചോളൂ. അപ്പോൾ ഇതിൻ്റെ ആൻസർ അറിയുന്നവർ പെട്ടെന്ന് വിളിച്ചോളൂ. ഹലോ ഹലോ. ഓക്കെ, അപ്പോൾ കോളിന് എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും നിങ്ങൾ വേഗം വിളിച്ചോളൂ. അപ്പോൾ നിങ്ങളുടെ ആൻസറൊക്കെ കേൾക്കാൻ വേണ്ടി ഞാൻ വെയിറ്റിംഗ് ആണ്. ഹലോ ഹലോ, പറയൂ, ആരാണ് വിളിക്കുന്നത്? രാജി. എവിടെ നിന്നാണ് വിളിക്കുന്നത്? കാക്കനാട് നിന്നാണ് വിളിക്കുന്നത്. ഓക്കെ, ആദ്യമായിട്ടാണോ വിളിക്കുന്നത്? അല്ല, ഇതിന് വിളിച്ചിട്ടുണ്ടോ? ഓക്കെ, അപ്പോൾ നമ്മളെ ഒരുപാട് നാൾ മുമ്പാണോ വിളിച്ചത്, അല്ലെങ്കിൽ ഈ അടുത്ത് വല്ലതും ആണോ വിളിച്ചത്? ഈ അടുത്താണ് വിളിച്ചത്. ഓക്കെ, ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 7th. ഏതാണ് സ്കൂള്? ലിറ്റിൽ ഫ്ലവർ. വീട്ടിലാരൊക്കെയുണ്ട്? അമ്മ, പപ്പ, 2 അനിയന്മാര്. ഓക്കെ, അപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്ന് സൺഡേ ആയിട്ട് എന്താ പരിപാടി? എന്താ, വെറുതെ വീട്ടിലിരിക്കുകയാണല്ലേ? ഓക്കെ, ക്ലാസ് ഒക്കെ എങ്ങനെ പോകുന്നു? കുഴപ്പമില്ല. ഇപ്പൊ ഫ്രീ ടൈം ഒക്കെ കിട്ടുമ്പോ എന്താ ചെയ്യാറ്? അങ്ങനെയൊന്നുമില്ല. പാട്ട് പാടോ? ഇല്ല. അതെന്താ, പാട്ട് ഇഷ്ടല്ലേ? കേൾക്കാൻ ഇഷ്ടമാണ്, പാടാറില്ല. ഓക്കെ, അപ്പൊ കേട്ടതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഏതാ? അങ്ങനെയല്ല, എല്ലാം ഇഷ്ടമാണ്. എല്ലാ പാട്ടും ഇഷ്ടമാണ്. അന്ന് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു പാട്ടിന്റെ രണ്ടുപേരും ഒന്ന് ട്രൈ ചെയ്തൂടെ? ഇല്ല, ഞാൻ നെക്സ്റ്റ് ടൈം നോക്കാം. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ടൈം എന്തായാലും പ്രിപ്പയർ ആയിട്ട് വന്നിട്ടൊരു പാട്ട് പാടണേ. ഞാൻ ചോദിക്കും, ഞാൻ മറക്കില്ല. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും ചോദ്യത്തിലേക്ക് പോയാലോ?
പോവാം. എന്ത് ചോദ്യം വേണം? GK ക്വസ്റ്റ്യൻ. GK ക്വസ്റ്റ്യൻ മതിയോ? ഓക്കെ. അപ്പൊ ബുക്കുകളെ കുറിച്ചുള്ള സ്റ്റഡി അതിന്റെ പേരെന്താണ്? ബുക്ക്. അയ്യോ അറിയാ, സി വെച്ചെന്ത് തുടങ്ങണേന്ന്. സി വെച്ചാണോ? എന്നാ ആലോചിച്ച് GK ക്വസ്റ്റ്യൻ വേണമെന്ന് എന്നോട് ഇങ്ങോട്ടല്ലേ പറഞ്ഞത്, ഇപ്പൊ പെട്ടുപോയല്ലേ? ഓക്കെ, പിക്ചർ മതിയോ? ഓക്കെ, അപ്പൊ എന്തായാലും നമ്മള് പിക്ചർ കാണിക്കാട്ടോ. ഓക്കെ, അപ്പൊ പിക്ചർ വന്നിട്ടുണ്ട്. ഈ പിക്ചർ അറിയില്ല. ഇനി വേറെ പിക്ചർ ഇല്ലേ? ഇതിന്റെ ആൻസർ പറഞ്ഞാലേ മുമ്പോട്ട് പോവുള്ളൂ. കിട്ടുന്നില്ലല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. കിട്ടുന്നില്ല, ഉറപ്പാണോ? ഡി ഉണ്ട്, പിന്നെ അതിന് നടുക്കൊരു സംഭവം ഉണ്ട്, ഇ ഉണ്ട്. ആ നടുക്കത്തെ സംഭവം എന്താണെന്ന് മനസ്സിലായാല് സിമ്പിൾ ആണ്. അതെന്താണ് സംഭവം നിങ്ങൾ പറയണം, ഞാൻ പറഞ്ഞു തരില്ല. കിട്ടുന്നില്ല അല്ലേ? ഇല്ല. ഓക്കെ, സാറില്ല. അപ്പൊ എന്തായാലും നമ്മളെ നെക്സ്റ്റ് സൺഡേ വിളിച്ചോളൂ. ഓക്കെ, ബൈ. ഓക്കെ, ഇപ്പൊ രാജിയാണ് വിളിച്ചത്. രാജിക്ക് ആൻസർ കിട്ടിയിട്ടില്ല. അപ്പൊ നിങ്ങൾക്ക് അറിയാമെങ്കിൽ വേഗം വിളിച്ചോളൂ. ഹലോ, പറയൂ, ആരാണ് വിളിക്കുന്നത്? ഹസിയാണ് വിളിക്കുന്നത്. എവിടെ നിന്നാണ് വിളിക്കുന്നത്? കൊച്ചി. ഓക്കെ, അപ്പൊ കൊച്ചിയിൽ എവിടെയാണ്? എവിടെയാണ്? ഓക്കെ, ആദ്യമായിട്ടാണോ വിളിക്കുന്നത്? കാണാറുണ്ടായിരുന്നോ ഇതിനു മുമ്പ്? കാണാറുണ്ട്. അപ്പൊ ഇന്നാണ് വിളിക്കാൻ തോന്നിയല്ലേ? ഓക്കെ, വീട്ടിലാരൊക്കെയുണ്ട്? ഓക്കെ, ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 4th. ഏതാണ് സ്കൂള്? KV. ഓക്കെ, ബുക്കൊക്കെ വായിക്കാൻ ഇഷ്ടമാണോ? ഓക്കെ, അപ്പൊ ലാസ്റ്റ് ആയിട്ട് വായിച്ച ബുക്ക് ഏതാണ്? ഹിന്ദി ബുക്കാണ് വായിച്ചത്. സ്റ്റോറീസ് ആണോ വായിക്കാറ് കൂടുതല്? അല്ല, പിന്നെന്താ വായിക്കാറ്? പോയമാണ് ഇഷ്ടം. ഓക്കെ, അപ്പൊ ലാസ്റ്റ് ആയിട്ട് വായിച്ചത്, ട്രൈ ചെയ്തത് ഏത് പോയാണ്? ഓക്കെ, അപ്പൊ ഹിന്ദിയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട ലാംഗ്വേജ്, അതാണോ? ഓക്കെ, അപ്പൊ ഹിന്ദിയിലൊരു പാട്ട് പാടുവോ? ഓക്കെ, അപ്പൊ എന്തായാലും എനിക്ക് ഹിന്ദി അത്രക്ക് പിടിയില്ല, പക്ഷെ എന്തായാലും നന്നായിട്ടുണ്ട് കേട്ടോ കേൾക്കാൻ. ഓക്കെ, അപ്പൊ എന്റെ വീട് എറണാകുളത്ത് തന്നെയാണ്. ഓക്കെ, എന്നൊരു ചോദ്യം ചോദിക്കട്ടെ? ഓക്കെ, അപ്പൊ എന്ത് ചോദ്യം വേണം? GK മതി. ഓക്കെ, ഉറപ്പാണോ? GK മതിയോ? ഓക്കെ, അപ്പൊ ബുക്കുകളെ കുറിച്ചുള്ള സ്റ്റഡി അതിനെന്താ പറയുന്നേ? അതിന്റെ ഒരു പേര് എന്താണ്? ഡിക്ഷണറി ആണോ? ബുക്കുകളെ കുറിച്ച് പഠിക്കുന്നതിനെ പറ്റിയുള്ള പേരാണ് ഞാൻ ചോദിച്ചത്. സ്റ്റഡി അബൌട്ട് ബുക്സ്. കിട്ടുന്നില്ല. ഓക്കെ, സാറില്ല. അപ്പൊ എന്തായാലും നമ്മൾ നെക്സ്റ്റ് സൺഡേ വിളിച്ചോളൂ കേട്ടോ. ഓക്കെ, ബൈ. ഓക്കെ, അപ്പൊ ഹസിയാണ് വിളിച്ചത്. ഹസിക്ക് ആൻസർ കിട്ടിയിട്ടില്ല. അപ്പൊ നിങ്ങൾക്ക് അറിയാമെങ്കിൽ വേഗം വിളിച്ചോളൂ. ഹലോ, പറയൂ, ആരാണ് വിളിക്കുന്നത്? ആൽവിൻ ആണ് വിളിക്കുന്നത്. എവിടെ നിന്നാണ് വിളിക്കുന്നത്? എവിടെയാണ്? തൈക്കുടം. ഓക്കെ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖാണോ? സുഖാണ്. നമ്മുടെ ഹലോ കിഡ്സ് 2 ആഴ്ച ഉണ്ടായില്ല. അപ്പൊ ഹലോ കിഡ്സ് മിസ് ചെയ്തോ? മിസ് ചെയ്തു. ഓക്കെ, അപ്പൊ ആ സമയത്തൊക്കെ എന്ത് ചെയ്തു? ബോറടിച്ചോ? ബോറടിച്ചു. അപ്പൊ ഒന്നും ചെയ്യാനുണ്ടായില്ല അല്ലേ? ഓക്കെ, അപ്പൊ ക്ലാസ് ഒക്കെ എങ്ങനെ പോകുന്നു? നന്നായിട്ട് പോകുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഹിന്ദി ആണോ ഫേവറേറ്റ് ലാംഗ്വേജ്? അല്ല, പിന്നെ ഏതാണ് ഫേവറേറ്റ് ലാംഗ്വേജ്? മലയാളമാണ് ഇഷ്ടം. ഓക്കെ, അപ്പൊ മലയാളത്തിൽ നമുക്ക് ഒരു പാട്ട് പാടിത്തരുമോ? മലയാളത്തിൽ പാട്ട് അറിയില്ലേ? എന്താണ്? ഓക്കെ, എന്നാലും ഓക്കെ എന്നാലും ട്രൈ ചെയ്തോളൂ. പോയം. ഓക്കെ, പോയെങ്കിൽ പോയം. വാർമഴവിലെ വന്നാലും
വാനിൻ മടിയിരുന്നാലും കണ്ണുകൾ കുളിരുന്നു കാണുമ്പോൾ കരളുകൾ നോവുന്നു മായുമ്പോൾ. ഇത്ര അറിയുള്ളോ? ആ ഓക്കെ, ഇത് സ്കൂളിൽ പഠിക്കുന്ന പോയാണോ? ആ ഓക്കെ, അപ്പൊ എന്തായാലും സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ ഇനി കംപ്ലീറ്റ് പഠിച്ചിട്ട് ഞങ്ങൾക്ക് പാടി തരണേ. ആ ഓക്കെ, അപ്പൊ നമുക്ക് പിക്ചർ ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? ആ ഓക്കെ, അപ്പോൾ ദാ ആൽവിന് വേണ്ടിയിട്ടുള്ള ചോദ്യം ഇപ്പോൾ സ്ക്രീനിൽ വരും. അപ്പോൾ അത് കണ്ടിട്ട് ആൻസർ പറയാൻ റെഡി ആയിക്കോളൂ. ഓക്കെ, അപ്പോൾ വന്നിട്ടുണ്ട്. എന്താണ് ഇതിന്റെ ആൻസർ? ദീപാവലി. ദിവാലി ആണോ? ആ ഉറപ്പാണോ? ആ ഇത് ആരാണ് ഈ ആൻസർ പറഞ്ഞു തന്നെ? ചേച്ചി. ചേച്ചിയാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ചേച്ചി അടിപൊളിയാണ് കേട്ടോ. കറക്റ്റ് ആൻസർ കണ്ടുപിടിച്ചു. കൺഗ്രാറ്റ്സ്. താങ്ക് യു. ഓക്കെ, അപ്പോൾ എന്തായാലും ഇനിയുള്ള സൺഡേസ് വിളിക്കണം കേട്ടോ. ആ ഓക്കെ, ബൈ. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൽവിനാണ് വിളിച്ചത്. ആൽവിൻ പറഞ്ഞ ആൻസർ കറക്റ്റ് ആണ്. ദീപാവലിയാണ് കറക്റ്റ് ആൻസർ. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ ഹലോ കിഡ്സ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ ടൈമായി. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് സൺഡേ പുതിയൊരു ഹലോ കിഡ്സ് എപ്പിസോഡുമായി ഞാൻ വരും. ടിൽ ദെൻ ബൈ.